വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെന്നാരോപിച്ച പോലീസ് അറസ്റ്റ് ചെയ്തയാളെ കോടതി നിരുപാധികം വിട്ടയച്ചിട്ട് ഇന്ന് 1 വർഷം. വിധിക്കെതിരെ കുട്ടിയുടെ കുടുംബം ഹൈക്കോടതി നൽകിയ അപ്പീലിൽ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടില്ല. ഇപ്പോഴും നീതി തേടി കുടുംബം അലയുകയാണ്. 2021 ജൂൺ 30-നാണ് ചുരക്കുളം സ്വദേശിയായ 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതെന്ന് കണ്ടെത്തി. സമീപവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 വർഷത്തിനു ശേഷം കഴിഞ്ഞ ഡിസംബർ 14-ന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചു. സമീപവാസിയെ കുറ്റവിമുക്തനാക്കി ഉത്തരവ് പുറത്തു വന്നു. അന്വേഷണത്തിലെ പോലീസ് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ഉത്തരവ്. വിധിക്കെതിരെ 7 ദിവസത്തിനുള്ളിൽ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. പെൺകുട്ടിയുടെ കുടുംബം നിർദ്ദേശിക്കുന്നയാളെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാതാപിതാക്കൾക്ക് നേരിട്ട് ഉറപ്പു നൽകി. 10 മാസം പിന്നിട്ടിട്ടും നടപടികളില്ല. മുഖ്യമന്ത്രി കണ്ടു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പ്രോസിക്യൂട്ടർ വച്ചു തരാമെന്ന് പറഞ്ഞു. 3 പേരുടെ പേര് അവർ തന്നെ ചോദിച്ചത്. 3 പേരുടെ പേര് നമ്മൾ തന്നെയാണ് കൊടുത്തത്. രാധാകൃഷ്ണൻ, ഒരു സന്ദീപ്, ഒരു രാജേഷ് മേനോൻ, അങ്ങനെ 3 പേരുടെ പേര് നമ്മൾ കൊടുത്തിട്ടും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. വേറെ ആള് വയ്ക്കാന്നില്ല, നിലവിലിരിക്കുന്ന ആള് തന്നെ നല്ലതാണ് എന്നുള്ള രീതിക്ക് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ നീതി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ ഒരു പ്രതി ഇപ്പോഴും പുറത്തിറങ്ങി അവൻ ഫ്രീ ആയിട്ട് ഒരു ദിവസം ഇല്ലാതെ അവന്റെ ജോലി, അവന്റെ കാര്യങ്ങൾ അവന് സന്തോഷമായിട്ട് നടക്കുക. സർക്കാരിന്റെ ആവശ്യപ്രകാരം പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ 3 പേരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. പോലീസിന്റെ വീഴ്ച മൂലമാണ് വിചാരണ കോടതിയിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടതെന്ന് തെളിയിക്കാനാണ് കുടുംബത്തിന്റെ ശ്രമം. പക്ഷേ സർക്കാരിന്റെ അലംഭാവം മൂലം പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വർദ്ധിക്കുന്നത്. ഇടുക്കി വിഷൻ, വണ്ടിപ്പെരിയാർ.